ഇന്നലെ മുളയങ്കാവിലുണ്ടായ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചിട്ട് നമ്മളൊരു കുളിക്കല്ലൂരിലെ ഒരു മെമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-ാം തവണയും നമുക്ക് മൂസിൻ MLA ആയിട്ട് വരണം. അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. പൊതു സമൂഹത്തിനോട് അത്രയും അങ്ങനെ ഒരു ചർച്ച നമ്മുടെ പാർട്ടിക്കുള്ളിൽ ഇല്ല. അങ്ങനെ ചർച്ച ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഞാൻ സ്ഥാനാർത്ഥിയാവുമോ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാവുമോ എന്നുള്ളതല്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ടീമാണ്. നമ്മളെല്ലാവരും ഒരു ടീമായി ചേർന്നുകൊണ്ടാണ്, എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. അതിൽ ഞാനല്ല, ഇനി മറ്റൊരാളായാലും അത് ആരായാലും നമ്മൾ ആ ജനങ്ങളിലേക്ക് ഈ വികസനം എത്തിച്ച് ആ വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ല. അല്ല, MLA തയ്യാറാണെന്നാണ്. അല്ല, അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ മണ്ണാർക്കാട് നമ്മുടെ CPI പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അങ്ങോട്ടൊരു ആവശ്യം വന്നിട്ടുണ്ട്. MLA അങ്ങോട്ട് വരണം, അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു ആധിപത്യം അവിടെ അവസാനിപ്പിക്കുക, MLAയുടെ ഒരു സാന്നിധ്യം അവിടെ വേണമെന്നുള്ളൊരു ചർച്ച. മണ്ണാർക്കാടിലും ജനങ്ങൾ ഇപ്പൊ പെൻഷൻ വാങ്ങുന്ന ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾ മാറിയത് ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മറ്റു വികസനങ്ങൾ ജനങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങൾ ആ വികസന കാര്യങ്ങൾ മാത്രമല്ല, ഒരു വർഗീയ കലാപം ഇല്ലാത്തൊരു നാട് എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യയിൽ സമാധാനമുള്ളൊരു നാട് എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷമാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അതിൻ്റെ ഒരു ഗുണം കിട്ടും. നന്ദിയുണ്ട്. പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവളുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ഞങ്ങളെയും കൂടെ കൂട്ടിയതിന്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.